ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത മനാഫ് സാർ, വേദിയിലുള്ള അൽ ഇർഷാദിൻ്റെ കരുത്തരായ സഹപ്രവർത്തകരെ, സ്നേഹമുള്ള രക്ഷിതാക്കളെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അധ്യാപകരെ, ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് മേക്സ് ദ ഡിഫറൻസ് എന്ന ഒരു മുദ്രാവാക്യവുമായിട്ടാണ് അൽ ഇർഷാദ് 25 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭം കുറിച്ചത്. വ്യത്യസ്തമായ സ്ഥാപനങ്ങൾ, ഏത് സ്ഥാപനം തുടങ്ങുകയാണെങ്കിലും അതിലൊരു വ്യത്യാസം ഉണ്ടാകണം എന്ന ഒരു തീരുമാനത്തോടു കൂടിയാണ് അൽ ഇർഷാദ് തുടങ്ങിയതും പ്രവർത്തിച്ചു വരുന്നു. അൽ ഇർഷാദ് സെൻട്രൽ സ്കൂളിനെ സംബന്ധിച്ച് സ്വാഗത പ്രഭാഷണത്തിലെ ഉസ്താദ് സൂചിപ്പിച്ച കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുന്നുണ്ടാവും. സമുന്നയ വിദ്യാഭ്യാസം, അതുപോലെ അധ്യക്ഷനും അത് സൂചിപ്പിക്കുകയുണ്ടായി. സമുന്നയ വിദ്യാഭ്യാസത്തിലൂടെയാണ് ഒരു മനുഷ്യനായി ജീവിക്കുന്നതിന് വേണ്ടി നാം കുട്ടികളെ പാകപ്പെടുത്തുന്നത്. ഭൗതിക വിദ്യാഭ്യാസം കൊണ്ട് മാത്രം നമ്മളെ എല്ലാ കാര്യങ്ങളും നടക്കുകയില്ല. എന്നാൽ മതവിദ്യാഭ്യാസം കൊണ്ട് മാത്രം മറ്റുള്ളവരെ ദൈവത്തിലേക്ക് അല്ലെങ്കിൽ മറ്റ് നല്ല രീതിയിലേക്ക് നയിക്കാൻ കഴിയുകയില്ല. അത് രണ്ടും മനസ്സിലാക്കിക്കൊണ്ടാണ് അൽ ഇർഷാദ് സമന്വയിപ്പിച്ചുകൊണ്ട്, അതായത് KG മുതൽ PG വരെ, അതായത് ഗണ്ടൻകാരുടെ നഴ്സറി സ്കൂൾ മുതൽ അൽ ഇർഷാദ് വനിതാ കോളേജിലെ PGക്ക് പഠിക്കുന്ന MSc പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വരെ രണ്ട് വിദ്യാഭ്യാസവും നൽകിക്കൊണ്ടാണ് അൽ ഇർഷാദ് മുന്നോട്ട് കൊണ്ടിരിക്കുന്നത്. ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച ബഹുമാനപ്പെട്ട നമ്മളെ പ്രിൻസിപ്പൽ PC അബ്ദുറഹ്മാൻ സാറ് നിങ്ങളുടെ മുന്നിൽ ഇന്ന് നിങ്ങൾക്ക് സംഭാവന ചെയ്ത ഏറ്റവും വലിയൊരു കാര്യമാണ് മനാഫ് എന്ന വ്യക്തിത്വത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. ജീവിതത്തിലെ ഒരു മനുഷ്യത്വം എന്താണെന്ന് നമ്മളെ എല്ലാവരെയും 70ഓളം ദിവസങ്ങൾക്ക് മുൾമുനയിൽ നിർത്തിക്കൊണ്ട് നമ്മളെ പഠിപ്പിച്ച ആ വ്യക്തിത്വം, അദ്ദേഹത്തിൻ്റെ മനസ്സ്, അദ്ദേഹത്തിൻ്റെ ജീവിതം, ഈ കാര്യങ്ങൾ മുഴുവനും നമ്മൾക്കെന്നും ഒരു പാഠമാണ്. അതുപോലെ തന്നെ ജീവിതത്തിൽ മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക, ഇതൊക്കെ നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകേണ്ട കാര്യങ്ങളും അത് നമ്മളെ കുട്ടികളെ പഠിപ്പിക്കേണ്ടതും അത് ശീലിപ്പിക്കേണ്ടതുമായ കാര്യങ്ങളിലേക്ക് നമ്മളുടെ ശ്രദ്ധ തിരിക്കണം. അൽ ഇർഷാദിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നേരത്തെ അൽ ഇർഷാദ് സെൻട്രൽ സ്കൂളിൽ ഇന്ന് ഏതാണ്ട് ഒരു 15ഓളം ഡോക്ടേഴ്സ്, 50ലധികം എൻജിനീയേഴ്സ്, അതുപോലെ തന്നെ ബിസിനസ്സുകാർ, അത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്ത്യയിലെ പുറത്തും വിവിധ ഭാഗങ്ങളിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ, അതുപോലെ നല്ല ഉത്സാഹത്തോടു കൂടിയും ആത്മാർത്ഥതയോടും കൂടി പ്രവർത്തിക്കുന്ന അധ്യാപകർ, ഇതൊക്കെ അൽ ഇർഷാദിൻ്റെ കൂട്ടായ്മയിൽ വലിയൊരു മാറ്റം, വലിയൊരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് അൽ ഇർഷാദിൻ്റെ ഹാപ്പി സ്കൂൾ എന്ന ഒരു മുദ്രാവാക്യവുമായി ഈ വർഷം ബഹുമാനപ്പെട്ട നമ്മുടെ അമീർ ഹസൻ സാറ് ഈ സ്ഥാപനത്തിൽ ചാർജ് എടുക്കുകയും നമ്മളെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി രാവിലെ എഴുന്നേറ്റ് സ്കൂളിൽ പോകണം എന്ന ഒരു മനസ്സ് കുട്ടികൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമം നടത്തിയിരിക്കുകയാണ്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഇംഗ്ലീഷ് പ്രൊഫസറിൻ്റെ ഇസ്മായിൽ സാറ്, അദ്ദേഹം ഒരിക്കൽ പറയണ്ടേ, ദർ ഇസ് നോ കോളേജ്, ദർ ഇസ് നോ ലൈഫ് വിത്തൗട്ട് ദ കോളേജ്. കോളേജ് ഇല്ലെങ്കിൽ നമ്മൾ ലൈഫില്ല. അതുപോലെ ആയിരിക്കണം നിങ്ങൾ ജീവിതത്തിൽ. അതുപോലെ കുട്ടികളെ മനസ്സിലും സ്കൂൾ എന്ന ഇല്ലെങ്കിൽ അന്ന് മനസ്സിനെ വിഷമിപ്പിക്കുന്ന രീതിയിലേക്ക് കുട്ടികളെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിലാണ് നമ്മുടെ അധ്യാപകരും പ്രത്യേകിച്ച് പ്രിൻസിപ്പലും അതുപോലെ തന്നെ അക്കാഡമിക് ഡയറക്ടറും എല്ലാം ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് കിട്ടുന്ന ഈ അവസരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുകയും മുതലെടുക്കുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങളിൽ നിന്ന് നിങ്ങളെ ബന്ധപ്പെട്ടവർക്കും നിങ്ങൾ അയൽക്കാർക്കും ഇത് സംഭാവന ചെയ്യാൻ വേണ്ടി, അവരെ ഇതിലേക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ഞങ്ങളുടെ അംബാസിഡർമാരായി പ്രവർത്തിക്കാൻ വേണ്ടി ഞാൻ അപേക്ഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും സന്തോഷമാകുമ്പോൾ ചില കാര്യങ്ങൾ വളരെയധികം മാനസികമായി പ്രയാസപ്പെടുന്ന ഒരു മാനേജ്മെൻ്റ് ഉണ്ട്. അവരെ ഞാൻ സൂചിപ്പിക്കുന്ന കാര്യം നിങ്ങൾക്ക് പലർക്കും അറിയാം. നിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സഹകരണം ആ കാര്യത്തിൽ ആവശ്യമാണ്. അത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പ്രത്യേകമായി സൂചിപ്പിക്കുകയാണ്. സമയക്കുറവാണ്, നമുക്കറിയാമല്ലോ. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണമാണ് ഈ സ്ഥാപനത്തിൻ്റെ പുരോഗതി, വിജയം. അതുപോലെ തന്നെ നിങ്ങളുടെ നമ്മുടെ വിദ്യാർത്ഥികൾ
ഏത് രീതിയിലും പഠിച്ച് വളർന്ന് വലുതാകണം. നമുക്കറിയാവുന്ന വിദ്യാഭ്യാസം കൊണ്ട് ഒരു ജോലി മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ഡോക്ടറാകുകയല്ല, എൻജിനീയർ ആകുക എന്നുള്ളതല്ല. അതുപോലെ തന്നെ മറ്റുള്ള മേഖലയിൽ വലിയ ജോലികൾ കണ്ടെത്തുക എന്നുള്ളതല്ല. ഞാനൊരു ഒരു ബിസിനസ്മാനെ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുണ്ട്? അദ്ദേഹം പറഞ്ഞു, ഞാൻ M.Tech ആണ്. B.Tech കഴിഞ്ഞിട്ട് M.Tech ആണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ എങ്ങനെ ബാധിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, എൻ്റെ ഈ ക്വാളിഫിക്കേഷനാണ് എൻ്റെ ഈ സ്ഥാപനം ഇത്രയും വളർന്നു വരാൻ കാരണമെന്ന്. ഞാൻ പഠിച്ച വിഷയമല്ല ഇവിടെ ബോധിക്കുന്നത്. ഞാൻ ഒരാളെ ബന്ധപ്പെടുമ്പോൾ ഞാൻ M.Tech കഴിഞ്ഞതാണ്, ഇന്നിൻ്റെ കാര്യത്തിലാണ്, ഇന്ന ബിസിനസ്സാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അവർക്ക് എൻ്റെ കസ്റ്റമേഴ്സ് എന്നോട് കാണിക്കുന്ന ഒരു പ്രത്യേകത, അത് എൻ്റെ ബിസിനസ്സിനെ വളരെയധികം ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം സൂചിപ്പിക്കേണ്ടത്. അതായത് നമ്മുടെ ജീവിതത്തിൽ എവിടെയാണെങ്കിലും ഏത് രീതിയിലുള്ള ജോലിയാണെങ്കിലും മനുഷ്യനോടുള്ള പെരുമാറ്റത്തിലാണെങ്കിലും പ്രവർത്തനത്തിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും ഈ ഏത് കാര്യത്തിലും ഉന്നതമായ വിദ്യാഭ്യാസം ആവശ്യമാണ് എന്നാണ് ഇത് നമ്മളെ തെളിയിക്കുന്നത്. ആയതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, പല വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളുടെ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് രക്ഷിതാക്കളോട് പറഞ്ഞ് മനസ്സിലായിക്കൊണ്ട് ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് മാറി ചിന്തിക്കാൻ ചില കുട്ടികൾ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രക്ഷിതാക്കളും അതിന് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അതൊക്കെ മാറ്റി നിർത്തി നിങ്ങൾ ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഉന്നതമായ വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കണം. ഈ കാലഘട്ടത്തിൽ നേരത്തെ സ്വാഗതപദത്തിൽ സൂചിപ്പിച്ചു, ഇന്നേ വരെ ഒരുപാട് കുട്ടികൾ ഇവിടുന്ന് കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും മോശമായ രീതിയിലുള്ള ഒരു വാക്ക് പോലും ആ കുട്ടികളെ സംബന്ധിച്ച് ഇന്നേ വരെ കേട്ടിട്ടില്ല. ഇന്ന് മയക്കുമരുന്നിൻ്റെയും മറ്റും അടിമകളായിക്കൊണ്ട് കുട്ടികൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഓമശ്ശേരിയിൽ വരെ നമ്മൾ മയക്കുമരുന്നുകൾ ഒരുപാട് ഇറങ്ങുന്നുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അതിലൊക്കെ കുട്ടികളെ രക്ഷപ്പെടുത്തി അതിന് വേണ്ട സൗകര്യങ്ങൾ മനസ്സിലാക്കി കുട്ടികളൊക്കെ നമ്മൾ നല്ല രീതിയിലേക്ക് വളർത്തിയെടുക്കാനുള്ള ശ്രമത്തിലാണ്. നിങ്ങളുടെ സഹായവും സഹകരണവും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. Thank you, sir. Now we warmly invite our distinguished guest, Mr. Abdul Razak Sakafi, Secretary of Al-Irshad Charitable Society, for the felicitation speech. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കൂടുതലായി സംസാരിക്കേണ്ട സമയമല്ല. ഈ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, ഈ ശബ്ദം കേൾക്കുന്ന രക്ഷിതാക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, പ്രവർത്തനത്തോടൊപ്പം പ്രാർത്ഥനയും ഉണ്ടാവണം. അൽ ഇർഷാദിൻ്റെ വളർച്ച അങ്ങനെയാണ്. കേവലം ഏതാനും ചില ആളുകൾ ഓമശ്ശേരിയിൽ ഒരുമിച്ച് കൂടി ഒരു വിദ്യാഭ്യാസ സ്ഥാപനമെന്ന സ്വപ്നത്തിന് തുടക്കം കുറിച്ചു. 22 കുട്ടികളുമായി കൊണ്ട് ഓമശ്ശേരിയിൽ ഒരു LKGയിൽ ആരംഭിച്ച സ്ഥാപനം ഇന്ന് അൽഹംദുലില്ലാ 1000-ലധികം കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. LKGയിൽ മാത്രം 100-ലധികം കുട്ടികൾ നമുക്കുണ്ട്. അവർ UKGയിലെത്തി, അവർ സെൻട്രൽ സ്കൂളിൽ 1-ാം ക്ലാസ്സിലെത്തി. അങ്ങനെ വളർന്നു വന്നു അൽഹംദുലില്ലാ അവർ ഉന്നതിയുടെ പടവുകൾ തേടിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു നടത്തത്തിൽ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. വിശിഷ്യ ഈ സ്ഥാപനം കെട്ടിപ്പടുക്കുന്നതിൽ നമ്മോടൊപ്പം അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ നിന്ന ബഹുമാനപ്പെട്ട നീബാരി ഉസ്താദ്, ഇന്ന് അദ്ദേഹം വിദേശത്താണ്. അദ്ദേഹം വിദേശത്ത് പോയത് മനാഫിനെ നിങ്ങളിവിടെ ചൂണ്ടിക്കാട്ടി നമുക്ക് പരിചയപ്പെടുത്തി തന്നു. അപ്പോൾ PC സാർ നമ്മളോട് പറഞ്ഞു, 1/2 കോടിയിലധികം രൂപ ഓരോ വർഷവും സേവനത്തിന് വേണ്ടി മാത്രം ചെലവഴിക്കുന്നു, ചാരിറ്റിക്ക് വേണ്ടി ചെലവഴിക്കുന്നു. അതെ, പാവങ്ങൾക്കുള്ള വീട്, കിണർ, അതുപോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ, ഞാനും നിങ്ങളും കാണാത്ത ഒരുപാട് കുടുംബങ്ങളിൽ ഇന്ന് പട്ടിണി കിടക്കാതെ ജീവിതം മുന്നോട്ട് നയിക്കുന്നത് അൽ ഇർഷാദിൻ്റെ സ്നേഹ സ്പർശനം കൊണ്ടാണ് എന്ന് പറയുമ്പോൾ ഞങ്ങളിവിടെ അഭിമാനപൂർവ്വം പറയുന്നു. നിബാരി ഉസ്താദിൻ്റെ അധ്വാനം, അതിന് താങ്ങാവുന്നത് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളാണ്. ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു തുച്ഛം പണം പോലും
ഞങ്ങളുടെ ആരുടെയും പോക്കറ്റിലേക്ക് പോകുന്നില്ല. 1 രൂപ ബാക്കിയുണ്ട് എങ്കിൽ അത് സമൂഹത്തിൻ്റെ നന്മക്കാണ് എന്ന തിരിച്ചറിവ് നമുക്കൊക്കെ ഉണ്ടാവണം. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ LKG ഉണ്ട്, UKG ഉണ്ട്, 1-ാം ക്ലാസ് ഉണ്ട്, ദഅവ കോളേജ് ഉണ്ട്, ഐറിസ് അക്കാദമി ഉണ്ട്, വിശുദ്ധ ഖുർആൻ കൂടുതൽ മനഃപ്പാഠമാക്കുന്ന ഹിഫ്ദുൽ ഖുർആൻ കോളേജ് ഉണ്ട്. എല്ലാറ്റിനും നിങ്ങളുടെ സഹായങ്ങളും പ്രാർത്ഥനകളും ഉണ്ടാവണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. അസ്സലാമു അലൈക്കും. Thank you, sir, for your valuable words. Now, we would like to invite Mr. Mansoor Ali AP, the administrator of Al-Irshad Charitable Society, for the fill station. Please, sir. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സ്റ്റേജിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ടീച്ചേഴ്സ്, വിദ്യാർത്ഥിനികൾ, കോളേജ് എന്ന പേരിൽ ഈ വർഷം നടത്തപ്പെടുന്ന ആനുവൽ ഡേ പരിപാടിയിലാണ് നമ്മളുള്ളത്. ഏതൊരു സ്ഥാപനത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ആനുവൽ ഡേ. അതിൻ്റെ ആ ആനുവൽ ഡേ എന്ന ആ പദം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വർഷത്തിൽ ഒരു ദിവസമാണ്. അത് ഏറ്റവും അവിസ്മരണീയമായിരിക്കണം, ഏറ്റവും കളർഫുള്ളായിരിക്കണം എന്നാണ് ഓരോരുത്തരും സ്ഥാപനവുമായി ബന്ധപ്പെട്ട ആളുകൾ ആഗ്രഹിക്കുന്നത്. അത് അന്വർത്ഥമാക്കുന്ന വിധത്തിൽ ഏറ്റവും ഭംഗിയായിട്ട് ഈ വർഷത്തെ ഈ ആനുവൽ ഡേ പ്രോഗ്രാം ഇവിടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് പിന്നിൽ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പാൾ PC സാറിൻ്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ ടീച്ചേഴ്സ്, വിദ്യാർത്ഥിനികൾ, രക്ഷിതാക്കൾ എല്ലാവരും ഒത്തൊരുമയോടെ പ്രവർത്തിച്ച് വളരെ നല്ലൊരു ഈവൻ്റാക്കി, നാം പറഞ്ഞതുപോലെ അവിസ്മരണീയമായ ഒരു ഈവൻ്റാക്കി അതിനെ മാറ്റിയതിൽ അതിനുള്ള അഭിനന്ദനങ്ങൾ എല്ലാവരെയും അറിയിക്കാനാണ് ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. ആശംസകൾ കേവലം ആശംസകളിൽ ഒതുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എല്ലാവർക്കും എല്ലാ സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, sir, for your valuable words. Next, I would like to invite Mr. Mujib Rahman, Headmaster Al-Irshad High School, for his valuable words.